കഴിഞ്ഞ വീഡിയോയിൽ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് തേജപ്പനുള്ളതൊന്നും സെറ്റ് ആയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ കളർ കോഡ് ചെയ്യണോണ്ട് ആ കോഡ് തേജുവിന് കിട്ടിയിട്ടില്ല കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച കളറൊന്നും. അങ്ങനെ നമ്മൾ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് വിൻചേട്ടൻ നേരത്തെ വന്നപ്പോൾ നമ്മൾ വീണ്ടും ഇതേ പട്ടാമ്പിക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ തണവുള്ള കാരണം തേജുവിനെ മൊത്തം മൂടി പുതപ്പിച്ചിട്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. കുട്ടിയാണെങ്കിൽ ഇതെല്ലാം കൂടി വെച്ച് കയറ്റിപ്പുണ്ടല്ലോ ഒരു ഇള്ളയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, ഇള്ള കുട്ടികളുടെ പോലെ ആയിരുന്നു കേട്ടോ. നമ്മളൊരു കളർ ഉദ്ദേശിച്ച് പോകുമ്പോൾ ആ സംഭവം അവിടെ എപ്പോട്ടെ ഏത് കടയിൽ പോയാലും കിട്ടില്ല കേട്ടോ. നേരെ മറിച്ച് നമ്മൾ ചുമ്മാ വല്ല കടയിൽ കയറുകയാണെങ്കിലോ ലോകത്തിലത്തെ എല്ലാ കളറുകളും ഉണ്ടാവും അങ്ങനെ ഡിസ്പ്ലേയിൽ നിറഞ്ഞിട്ട്. അങ്ങനെ രണ്ടാമത്തെ കടയിൽ കയറിയിട്ടാട്ടോ നമുക്ക് ഏകദേശം തേജുവിനുള്ള കളർ സെറ്റായിട്ട് കിട്ടിയത്. അപ്പോൾ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് കല്യാണത്തിന് രാവിലെ ഏട്ടാ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് കൊടുക്കാമെന്നാണ് പ്ലാൻ നമ്മുടെ തേജപ്പനേട്ടാ. എന്നാൽ വിൻചേട്ടനും ഓൾറെഡി വിൻചേട്ടനും അതിൻ്റെ ഇടയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടി വന്ന കാര്യം മറന്നു കേട്ടോ, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കലല്ല പിന്നത്തെ പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. അവിടെ ജേഴ്സി കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതും CR7 തപ്പിയിട്ടായിട്ട് അവിടെ നടക്കണത് അച്ഛനും മോനും. ഇപ്പോൾ വേണ്ട നേരിക്കണ്ട അച്ഛനും മോനും കീരിപ്പാമ്പും ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ രണ്ടാളും സെറ്റാണ് കേട്ടോ. അവന് വാങ്ങുന്നതിന്റെ ഒപ്പം തന്നെ അവ അച്ഛനുള്ളതും കൂടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കുട്ടിക്ക് ഇത് ഒരെണ്ണം കിട്ടിയിട്ടാ കുറെ നമ്മൾ തപ്പിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഒരെണ്ണം അവനെ ഒപ്പിച്ചു വിട്ടാ. ഞാൻ പിന്നെ എനിക്ക് കുറച്ച് അണ്ടർസ്കേർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ എനിക്ക് കൊടുത്തിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് ഇതുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അതേ വിൻചേട്ടനും തേജുവിനും ഉള്ള ഫംഗ്ഷന്റെയും രാവിലത്തെയും എല്ലാ കളറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മളെ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിലായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പൊതുവേ മാക്സിൽ പോയാലാണ് ഏത് കളറും ഒത്തിരി നമുക്ക് കിട്ടാറ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ അതങ്ങനെയാണല്ലോ, നമുക്ക് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണോ പുറത്തേക്ക് പോകുന്നത്? അങ്ങനെ ചോദിച്ചാൽ അതേന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തോ വെറൈറ്റി ഷവർമ കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഒരു ഷവർമ കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ഷോപ്പ് എന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് കാണിക്കട്ടെ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഷോപ്പിൻ്റെ. അങ്ങനെ നമ്മൾ നന്നായി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എന്തോ അവക്കാഡോൻ്റെ ജ്യൂസോ ഷേക്കോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ചു. പിന്നെ വീണ്ടും ഞാനും തേച്ചും കൂടി കേട്ടോ ഷെയർ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മളിതേ വീട്ടിലേക്ക് പോകാനായിട്ടോ നോക്കണത്. അപ്പോൾ ഇതാണ് കേട്ടോ ഷോപ്പ്. നമ്മുടെ ഗരുഡമാളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ വരണത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അപ്പൂപ്പന്മാരെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. എങ്ങനെ വരാണ്ടിരിക്കും, ക്രിസ്മസ് ആയില്ലേ. ശരിക്കും അപ്പൂപ്പന്മാരെ കാണണമെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകണം കേട്ടോ. കാരണം അവിടെ നല്ല വൈബാണ്, ഒരു ക്രിസ്മസ് ടൈം ആയിട്ടോ. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.